ശ്രേഷ്ഠമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ചരിത്ര സംസ്കൃതിയുടെയും ഭൂമികയാണ് കേരളം. ഈ നാടിൻ്റെ സംസ്കാരം, ചരിത്രം, ഭാഷ, കല, ജീവിതശൈലി എന്നീ മൂല്യങ്ങൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അവതരിപ്പിച്ച് നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ ജനാധിപത്യ ബോധം ഊട്ടിയുറപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക സാംസ്കാരിക വിനിമയ കേന്ദ്രമാണ് ഭാരത് ഭവൻ. 1984 ഏപ്രിൽ മാസം 1-ാം തീയതി നിലവിൽ വന്ന ഭാരത് ഭവൻ ഔദ്യോഗികമായി അതിൻ്റെ 35-ാം വർഷം സമഗ്രമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് ചുവടുവയ്ക്കുകയാണ്. 2016 അധികാരമേറ്റ ജനകീയ സർക്കാരിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ട് തലയെടുപ്പോടെ നിൽക്കുവാൻ ഭാരത് ഭവന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ AK ബാലൻ ചെയർമാനായ ഭാരത് ഭവന്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത് പ്രമുഖ നാടക ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂരാണ്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ ഭാഷാ അസോസിയേഷനുകളിലെ പ്രതിനിധികളും അടങ്ങുന്ന 22 അംഗ ജനറൽ കൗൺസിലാണ് ഭാരത് ഭവന്റെ പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നത്. ഡോക്ടർ A അനിൽകുമാർ, റോബിൻ സേവ്യർ, അബ്രദിത ബാനർജി, ശങ്കറായി മാസ്റ്റർ, മധു കൊട്ടാരത്തിൽ, തൃപ്പൂണിത്തുറ കൃഷ്ണദാസ്, ഡോക്ടർ M നായനാർ എന്നിവരാണ് ഭരണനിർവാഹക സമിതി അംഗങ്ങൾ. പൊതുസമൂഹത്തിന് ഉപകരിക്കുന്നതും വിവിധ തലമുറകളെ ആകർഷിക്കുന്നതുമായ ആർജവമുള്ള സാംസ്കാരിക പരിപാടികളാണ് ഭാരത് ഭവൻ ഇക്കഴിഞ്ഞ 4.5 വർഷമായി നടപ്പിലാക്കി വരുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം സാങ്കേതിക തികവോടെ നൂതനമായ അവതരണ ശൈലി അവലംബിക്കുമ്പോഴും പരമാവധി ചെലവ് ചുരുക്കി പരിപാടികൾ സംഘടിപ്പിക്കാൻ ഭാരത് ഭവന് കഴിയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഏറെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം മനുഷ്യൻ്റെ ആന്തരിക മനസ്സിന്, ഉൾമനസ്സിന് പ്രകാശം കൊടുക്കുന്ന ഒരു മേഖലയാണ് സാംസ്കാരിക രംഗം. ഒരു ചെറിയൊരു പ്രചോദനം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രതിഭ, നമ്മുടെ പ്രമോദ് പയ്യന്നൂരിനെ പോലുള്ളവർ അതങ്ങ് ഗ്രാസ്പ് ചെയ്ത് മെറ്റീരിയലൈസ് ചെയ്യുന്നത്, യാഥാർത്ഥ്യമാക്കുന്നത്. 450ഓളം വൈവിധ്യമുള്ള പദ്ധതികളാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. അന്തർദേശീയമായി, ദേശീയമായും കേരളത്തിലും അവിടെയുള്ള മന്ത്രിമാരൊക്കെ തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ രൂപത്തിലാണ് അവർ കാണുന്നത്. ആവേശത്തോടു കൂടിയിട്ടാണ് അവർ പ്രസംഗിച്ചത്. സൗദി അറേബ്യയിൽ ഈ അടുത്ത കാലത്താണ് കലക്കും സംഗീതത്തിനും ഒരു പ്രാധാന്യം കിട്ടിയത്. കാരണം ഇപ്പോൾ അവിടെ ഭരിക്കുന്ന രാജകുമാരൻ പാശ്ചാത്യ വിദ്യാഭ്യാസം കരസ്ഥമാക്കി അദ്ദേഹം വന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഈ സാംസ്കാരിക ഇവിടെയുള്ള ഈ ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും 2 ദിവസം 1,00,000 ആൾക്കാരാണ് പങ്കെടുത്തത്. അതിൽ ഈ ഭാരത് ഭവന്റെ പരിപാടി വല്ലാത്ത രൂപത്തിൽ അവരെ സ്വാധീനിച്ചു. ഇനിയും ഞങ്ങൾക്ക് പരിപാടി വേണമെന്ന് പറഞ്ഞു. അപ്പം ആ രൂപത്തിലുള്ള നിരവധി പരിപാടിയല്ല ഞാനിവിടെ പറയുന്നില്ല. അതിലേറ്റവും പ്രാധാന്യം ഞാൻ കണ്ടത് നമ്മുടെ കലയെയും അതുപോലെ തന്നെ കൃഷിയെയും കാരുണ്യ പ്രവർത്തനത്തെയും കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു സംരംഭം. എന്തൊരാവേശമാണ് നാട്ടിൻ പുറത്ത്. കൊയ്ത്തുത്സവം എന്ന് പറയുന്നത് കലയുമായി അങ്ങ് ബന്ധപ്പെടുത്തി ജനങ്ങൾ ഈ വകുപ്പുമായിട്ട് അങ്ങ് ഇണങ്ങിച്ചേരുക. ഇതേപോലെ തന്നെ ജയിലിലുള്ള ആ പദ്ധതി, തിയേറ്റർ തെറാപ്പി, ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു തടവ് പുള്ളിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അവിടെ 2 ദിവസം പോയി കിടന്നാലേ മനസ്സിലാകും. ആ മനസ്സിൻ്റെ ഉള്ളിലാണ് പ്രകാശത്തിൻ്റെയും പ്രത്യാശയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും വെളിച്ചം പകരുന്നത്. അപ്പോൾ ഒരു ജയിൽ ജീവിതം ഒരു മൊണോട്ടണസ് ആയി തോന്നുന്നില്ല, ശപിക്കപ്പെട്ട ജീവിതമായിട്ട് തോന്നുന്നില്ല. ഒരു ജീവൻ കൊടുക്കുകയാണ് നമ്മൾ. ഒരു കർമ്മശേഷിയെ, നിർജീവമാകേണ്ട ഒരു കർമ്മശേഷിയെ സജീവമാക്കുന്നതിൽ എങ്ങനെയാണ് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഭാരത് ഭവൻ ഇടപെടുന്നത് എന്നുള്ളത് ഈ സെൻട്രൽ ജയിലിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ സംഘടിപ്പിച്ചൊരു പരിപാടിയായിരുന്നു നാഷണൽ മൈം. അത് എനിക്ക് തോന്നുന്നത് ഫെസ്റ്റിവൽ
ചരിത്രത്തിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത്. അപ്പം ആ രൂപത്തിൽ ഒട്ടേറെ തനിമയുള്ള പുതുമയുള്ള ഒട്ടേറെ പരിപാടികൾ. കേരളത്തിന് പുറമെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ വരെ ഭാരത് ഭവൻ വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദേശ രാജ്യങ്ങളിലെയും കലാകാരന്മാരെ ഇവിടെ എത്തിക്കുന്നതിനും കേരളത്തിലെ ആസ്വാദക സമക്ഷം അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും ഭാരത് ഭവൻ എപ്പോഴും വേദിയൊരുക്കാറുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 10ഓളം കവികൾ പങ്കെടുത്ത ഇന്റർനാഷണൽ പോയട്രി ഫെസ്റ്റ്, ഇൻഡോ ജർമ്മൻ കലാവതരണങ്ങൾ, ദക്ഷിണാഫ്രിക്കൻ നൃത്തോത്സവം, പാൻ അമേരിക്കൻ ഫെസ്റ്റ്, ആഫ്രിക്കൻ ജാംബെ സംഗീതജ്ഞൻ ജോർജ് അക്യുറ്റി അബ്ബാനും ഇറ്റാലിയൻ സാക്സഫോൺ കലാകാരി അലീന അബ്ബാനും ഇന്ത്യൻ സംഗീതജ്ഞരും ചേർന്നൊരുക്കിയ ജാംബെ ബാംബു ഇന്ററാക്റ്റീവ് മ്യൂസിക് ബാൻഡ് വിയറ്റ്നാം ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികൾ ഭാഷയും ദേശവും മറികടന്ന സാംസ്കാരിക വിനിമയത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളായിരുന്നു. 2019 സൗദി അറേബ്യയിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സാംസ്കാരികോത്സവത്തിൽ 3 ദിനങ്ങളിലായി ഭാരത് ഭവൻ ഒരുക്കിയ സാംസ്കാരിക വിരുന്ന് അഖ്ലാൻ കേരള ഏറെ ശ്രദ്ധേയമായിരുന്നു. കേരളത്തിന്റെയും ഭാരതത്തിന്റെയും കലാരൂപങ്ങൾ സമന്വയിപ്പിച്ചായിരുന്നു ഈ പരിപാടി അരങ്ങേറിയത്. ഈ പരിപാടിയുടെ രൂപകൽപ്പനയും സംവിധാനവും നിർവഹിച്ച ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂരിന് കൾച്ചറൽ എക്സ്ചേഞ്ച് ഐക്കൺ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. വില്യം ഷേക്സ്പിയറിന്റെ കിങ് ലിയർ നാടകത്തെ അവലംബിച്ച് കേരളത്തിലെയും ഫ്രാൻസിലെയും കലാകാരന്മാരെ അണിനിരത്തി കിങ് ലിയർ കഥകളി ആവിഷ്കാരം സാധ്യമാക്കുവാൻ ഭാരത് ഭവന് സാധിച്ചു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലും ഫ്രാൻസിലും കിങ് ലിയർ കഥകളി രൂപം അവതരിപ്പിക്കപ്പെട്ടു. കലയുടെയും സാംസ്കാരിക വിനിമയത്തിന്റെയും നവഭാവുകത്വത്തിനാണ് ഭാരത് ഭവൻ ഈ സംരംഭത്തിലൂടെ തിരിതെളിച്ചത്. ഡൽഹി കൊണാട്ട് പ്ലേസിൽ ഭാരത് ഭവൻ സംഘടിപ്പിച്ച ഡൽഹി കേരള പൈതൃകോത്സവം 5 ദിവസമാണ് നീണ്ടുനിന്നത്. ഡൽഹി കേരള മുഖ്യമന്ത്രിമാർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ച പ്രസ്തുത പരിപാടി നവോത്ഥാന മൂല്യങ്ങളുടെ ദൃശ്യഭാഷാ വിരുന്നായി മാറി. These and other activities of the great men of Kerala have changed the socio-political fabric of Kerala, which stands out as a model to other states of India. इतने कल्चर्स हैं हमारे देश के अंदर, इतने कल्चर्स हैं, इतने संस्कृतियां हैं, लेकिन हम सब लोग अंत पंत में भारत के लोग हैं. वी ऑल आर इंडियंस एंड दैट इज आवर आइडेंटिटी. സംഗീതം, നൃത്തം, നാടകം, ചലച്ചിത്രം എന്നീ കലാരൂപങ്ങളെ നൂതന സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ സമഗ്രമായി അവതരിപ്പിച്ച ഈ പരിപാടിയിൽ 125ഓളം കലാപ്രതിഭകളാണ് അണിനിരന്നത്. ചെന്നൈയിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കേരള തമിഴ്നാട് സാംസ്കാരിക വിനിമയോത്സവം, ഹൈദരാബാദിൽ സംഘടിപ്പിക്കപ്പെട്ട ത്രിദിന കേരള തെലങ്കാന സാംസ്കാരിക പൈതൃകോത്സവം, ബാംഗ്ലൂർ ഇന്നൊവേറ്റീവ് ഫിലിം സിറ്റിയിൽ തുടർച്ചയായി 3 വർഷം സംഘടിപ്പിച്ച കേരള ഫെസ്റ്റ്, കുളു മണാലി കേരള ഫെസ്റ്റ്, തിരുപ്പതി കൾച്ചറൽ ഫെസ്റ്റ് തുടങ്ങിയവ ഭാരത് ഭവൻ ഇതര സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ ചിലത് മാത്രം. അബ്ര, ഓർമ്മകളുടെ ഉരുക്കുനൗകകളെ പ്രസവിക്കുന്ന നഷ്ടഗോത്രങ്ങളുടെ ഏകാന്തതയാണ് നീ. ധർമ്മസങ്കടങ്ങളുടെ മനുഷ്യജാതകൾ കടന്നുപോകുന്ന കടലിടുക്ക്. ലോക കേരള സഭയ്ക്ക് വേണ്ടി തലസ്ഥാന നഗരിയിലെ 12ഓളം വേദികളിൽ ഇൻസ്റ്റലേഷനിലൂടെയും
ദൃശ്യാവതരണത്തിലൂടെയും മലയാളിയുടെ പ്രവാസ ചരിത്രം മികവാർന്ന രീതിയിൽ അവതരിപ്പിച്ചത് ഭാരത് ഭവനായിരുന്നു. വ്യത്യസ്തമായ രീതിയിൽ പ്രവാസത്തിൻ്റെ പ്രമേയങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവഴി ചെയ്യുന്നത്. ദൃശ്യാഷ്ടകം, അതുപോലെ തന്നെ ട്രാവലിംഗ് ഇൻസ്റ്റലേഷൻ തിയേറ്റർ, പ്രവാസ മലയാളം എന്നിങ്ങനെ വളരെ വ്യത്യസ്തമായ 3 കലാപരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ 70ാം രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഭാരത് ഭവൻ സബ്കോ സന്മതി എന്ന മൾട്ടിമീഡിയ രംഗാവിഷ്കാരം ഒരുക്കിയിരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സാംസ്കാരിക കാര്യാലയത്തിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. മനുഷ്യരാകെ ഒന്നാണ് എന്ന ബോധം, ഈ ബോധം വർഗീയവാദികൾക്കും സങ്കുചിത ദേശീയവാദികൾക്കും സഹിക്കാനാകുന്നതായിരുന്നില്ല. അതിൻ്റെ ഫലമായിരുന്നു ഗാന്ധിവധം. ചടങ്ങിന് സാക്ഷിയാകാൻ ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയും എത്തിയിരുന്നു. Fine to make speeches and things, but the battle is out there in the street. Every morning we wake up to news of hate, we wake up to news of arson, violence, murder, terrorism, and then we take pride in calling ourselves the nation of Gandhi. It is the biggest hypocrisy that we are practicing. ഇന്ത്യക്കാരനെ പോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. വിഡ്ഢിത്തമാണത്. കാരണം ഒരു ഇന്ത്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ബ്രിട്ടീഷുകാരാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ എന്തു വാങ്ങണം, എന്ത് വിൽക്കണം, അങ്ങനെ അവരുടെ സുഭിക്ഷതയിലൂടെയും നമ്മുടെ കഠിനമായ ദാരിദ്ര്യത്തിലൂടെയും നീതി എന്തെന്നും രാജ്യദ്രോഹം എന്തെന്നും അവരുപദേശിക്കും. സ്വാഭാവികമായും നമ്മുടെ ഇളം മനസ്സുകൾ ഒരു തരം പൗരസ്ത്യ മാന്യത അവലംബിക്കുന്നു. जय हे भारत भाग्य विधाता, जय हे जय हे जय हे. ഭാരത് ഭവൻ ആരംഭിച്ചിട്ട് 35 വർഷമായി എന്ന് ഇവിടെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ സിനിമയിൽ വന്നിട്ട് 54 വർഷമായി. ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിലല്ലാതെ ഭാരത് ഭവൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് എനിക്കൊരു പോസ്റ്റ് കാർഡ് പോലും കിട്ടിയിട്ടില്ല. ഈ മഹാസ്ഥാപനവുമായി സഹകരിക്കാൻ കേരള ഗവൺമെൻറ് അതിൻ്റെ ആൾക്കാരും എന്നെ അനുവദിച്ചിട്ടില്ല. പ്രമോദ് പയ്യന്നൂർ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായി ഭാരത് ഭവനിൽ വരുന്നത്. AK ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായതിനു ശേഷം ഈ ശമ്മൻകുടി സ്മൃതി മന്ദിരത്തിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന വേളയിൽ ഗാനഗന്ധർവനായ യേശുവിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതും അഭിമാനമായ കാര്യമാണ്. അതിനും ഞാൻ പ്രമോദ് പയ്യന്നൂരിന് നന്ദി പറയുന്നു. കാരണം യേശുദാസ് സാർ വരുമ്പോൾ സാറ് ഉണ്ടായിരിക്കണം കൂടെ എന്നോട് പറഞ്ഞതും എന്നെ നിർബന്ധിച്ച് ഇവിടെ വരുത്തിയതും പ്രമോദ് പയ്യന്നൂരായിരുന്നു. ശമ്മാങ്കുടി സ്മൃതി സങ്കേതം ഹൈക്യൂ തിയേറ്ററായി മാറുകയാണ്. വെളിയിലുള്ള
അരങ്ങ് മണ്ണരങ്ങെന്ന പേരിൽ ഒരു എക്കോ തിയേറ്ററായി മാറുകയാണ്. വളരെ വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. 2017 ഭാരത് ഭവൻ ആസൂത്രണം ചെയ്ത് വിജയിപ്പിച്ച സാംസ്കാരിക കാർഷിക മുന്നേറ്റമായിരുന്നു തിയേറ്ററം ഫാർമേ. നാടക പാരമ്പര്യവും കലാപാരമ്പര്യവും കൃഷിയും എല്ലാം, കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി സംസ്കൃതിയാണ്. അപ്പം ഇതെല്ലാം കൂടെ ഇണചേർന്ന് കിടക്കുന്ന ഒരു വലിയ ചരിത്രം നമുക്കുണ്ട്. അതിനെ തിരികെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് പ്രമോദും അദ്ദേഹത്തിൻ്റെ സഹായികളും ചെയ്യുന്നത് എന്നുള്ളത് അങ്ങേയറ്റം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി നാടക പ്രവർത്തകനാണ്, ചലച്ചിത്രകാരനാണ്. ഉജ്ജയിനി പോലെയുള്ള മഹത്തായ സംരംഭങ്ങൾ ഇതൊക്കെ മനസ്സിൻ്റെ ഏതോ കോണിലേക്ക് തള്ളിവിട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഭാരത് ഭവൻ ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ് ഈ സംരംഭം. ഒരു പുതിയ കാർഷിക, തൊഴിൽ, ഭക്ഷ്യ, ആരോഗ്യ, കലാ, സംസ്കാരം ഇതിലൂടെ രൂപപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരമ്പരാഗത കർഷകരെയും പുതുതലമുറയെയും ഒരുമിച്ച് ചേർത്ത് വയലിൽ വിത്തെറിഞ്ഞും വിളവ് കൊയ്തും ജൈവകൃഷി പരിപോഷിപ്പിച്ച ഈ മുന്നേറ്റം ഒടുവിൽ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗവുമായി. നവസംരംഭത്തിന് നാന്ദി കുറിച്ചിരിക്കുകയാണ്. നമുക്ക് അണിചേരാം, ഒന്നായി ചേരാം പുതിയ ചുവടുവയ്പ്പുകളോടുകൂടി. സ്കൂൾ വിട്ടു വരുമ്പോൾ അന്ന് പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ വീണ് പോകുന്ന കതിരുകൾ പെറുക്കിയെടുക്കുന്ന ഒരു പണിയുണ്ട്. അങ്ങനെ പെറുക്കിയെടുത്ത് പിന്നെ അതൊരു കറ്റയാക്കി നമ്മളെ നല്ല ദിവസങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കുക ഞങ്ങളിങ്ങനെ ശേഖരിച്ചു വന്ന. അപ്പോൾ സ്കൂളിൻ്റെ അവസാനത്തെ പീരീഡിൽ മനസ്സിൻ്റെ അകത്ത് വരിക ഈ പാടത്തിറങ്ങി ഇത് പെറുക്കുന്ന ഈ രംഗം. ചളിയുടെ ഒരു മണം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സ്വർഗീയ അനുഭവം തന്നെയാണത്, ഒരു അനുഭൂതി തന്നെയാണ്. വിളവുകൾ അനാഥ മന്ദിരങ്ങൾക്കും വൃദ്ധസദനങ്ങൾക്കും കൈമാറുക വഴി മാതൃകാ പദ്ധതിയായി തിയേറ്ററം ഫാർമേ മാറുകയായിരുന്നു. കലാകാരന്മാരും മണ്ണും ഒക്കെയായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു മഹത്തായ ഒരു പരിപാടിയായി ഇത് മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം ഇന്ന് കൂട്ടുകൃഷി ഇടശ്ശേരി 70 കൊല്ലം മുമ്പ് എഴുതിയ പൊന്നാനിയിലെ കർഷക സംഘത്തിന്റെ സമ്മേളനത്തിന് വേണ്ടി രചിച്ച ഒരു നാടകം ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നു. കൊയ്തൊഴിഞ്ഞ പാടത്തെ ഈ ദൃശ്യാവതരണം കാർഷിക ജീവിതത്തിന്റെ പ്രാധാന്യത്തെയും മാനവികതയുടെ നന്മയെയും പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തി. മക്കള് ഈ കഞ്ഞിക്ക് സ്വാദ് കൂടണമെങ്കിൽ ഒരു പാട്ടും കൂടെ വേണം. അതായത് ശ്വസിക്കുന്ന വായു ഒഴിച്ചു ബാക്കി എല്ലാത്തിലും പരസ്പരം ഐത്തം കൽപ്പിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഐശ്വര്യ സമൃദ്ധമായ ഒരു നാളിലേക്കും ജന്മിത്വത്തിൽ നിന്ന് സമത്വത്തിലേക്കും നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഒരുപാട് സമരങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഒരുപാട് നാടകങ്ങളും കവിതകളും കഥകളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ ഒന്നായി നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ചരിത്ര വഴികൾ ആരും മറക്കാൻ കഴിയാതെ അങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട്. പുതിയ കാലത്തിനു വേണ്ടിയുള്ള മാതൃകാ പദ്ധതിയായി കാർഷിക സർവകലാശാല തിയേറ്ററം ഫാർമേ ദൗത്യത്തെ അംഗീകരിക്കുകയുണ്ടായി. കേരളീയ സാംസ്കാരികതയുടെ ആഴപ്പരപ്പുകളെ അടയാളപ്പെടുത്തിയ 3.5 മണിക്കൂർ ദൈർഘ്യമേറിയ മൾട്ടിമീഡിയ മെഗാ ഷോയായിരുന്നു സമഭാവന. യുവപ്രതിഭാ സ്കോളർഷിപ്പിന് അർഹരായ 1000 യുവ കലാകാരന്മാരെ അണിനിരത്തി എഴുത്തച്ഛൻ മുതൽ ONV വരെയുള്ള കാവ്യാചാര്യന്മാരുടെ കൃതികളിൽ ഫോക്ക്, ക്ലാസിക്കൽ, ട്രൈബൽ,
എന്നീ കലാരൂപങ്ങൾ സമന്വയിപ്പിച്ചായിരുന്നു ഈ ഷോ അണിയിച്ചൊരുക്കിയത്. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യന്നൂരായിരുന്നു ഈ പരിപാടിയുടെ സാക്ഷാത്കാരം നിർവഹിച്ചത്. ജനകീയ സർക്കാരിൻ്റെ 1000 ദിന പൂർത്തീകരണത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഈ മികച്ച ദൃശ്യാവിഷ്കാരം ഓണനാളുകളിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്തിരുന്നു. കർക്കിടകുന്നത്തേക്ക് തന്നെയാത്രേ. അതെയോ രസികൻ, കർക്കിടകം അതും തരാക്കിയില്ലേ? അപ്പളെ ഒതുക്കൻ, കർക്കിടകത്തിന് ഇപ്പോ വയസ്സെത്രയായി? ഷഷ്ടിപൂർത്തി ഇതാ ഇപ്പൊ കഴിഞ്ഞല്ലോ. വെട്ടനായ്ക്കട പല്ലിൽ നിന്നും വിണ്ടു കീറിയ നെഞ്ചുമായി പുറത്തിയെത്തുന്നു ഞങ്ങൾ. കണ്ണമെവിടെ, നാണമെവിടെ, അന്തിക്കൂടാൻ ചെക്കയെവിടെ, അന്തി വെട്ടത്തിരി കൊടുത്താൻ എണ്ണയെവിടെ? എന്റെ മുലയുണ്ടുള്ളുറച്ചു വരുന്ന മക്കൾ, അവരെ നിങ്ങൾ ഒടുക്കിയാൽ മുല പറിച്ചു വലിച്ചെറിഞ്ഞി പുറമെരിക്കും ഞാൻ. മുടി പറിച്ചു നിരത്തടിച്ചി കുലമൊടുക്കും ഞാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയുണ്ടായി. സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തോടെ ഈ ചടങ്ങിന് വേദിയൊരുക്കിയതും വയലാറിൻ്റെ ശ്രീനാരായണ ഗുരു എന്ന വിഖ്യാത കവിതയെ ആസ്പദമാക്കി ഇതേ വേദിയിൽ മികവാർന്ന മൾട്ടിമീഡിയ ദൃശ്യാവതരണം ഒരുക്കിയതും ഭാരത് ഭവന്റെ സംഘാടനത്തിലായിരുന്നു. It fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. സ്വാമി വിവേകാനന്ദൻ കേരള സന്ദർശനം നടത്തിയതിന്റെ 125ാം വാർഷികാഘോഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പ്രദർശിപ്പിച്ച വിവേകാനന്ദ സ്പർശം എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഭാരത് ഭവനായിരുന്നു. കൂടാതെ നവോത്ഥാന ദൃശ്യസന്ധ്യ എന്ന പേരിൽ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മെഗാ ഷോ ഒരുക്കി അവതരിപ്പിക്കുവാനും മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ ഭാരത് ഭവന് കഴിഞ്ഞു. ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ നിരവധി കലാസംഘങ്ങളെ അണിനിരത്തി നിരവധി പരിപാടികൾ നമ്മുടെ ഗ്രാമങ്ങളിൽ സംഘടിപ്പിക്കുവാനും ഭാരത് ഭവന് ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ട്രൈബൽ ഫെസ്റ്റ്, വില്ലേജ് ഫെസ്റ്റ്, ഫോക്ക് ഫെസ്റ്റ്, മൺസൂൺ ഫെസ്റ്റ്, മിലേ സുർ മേര തുമാര തുടങ്ങിയവ ഇത്തരത്തിൽ ഭാരത് ഭവൻ സംഘടിപ്പിച്ച പരിപാടികളാണ്. ഇതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിഖ്യാത കലാസംഘങ്ങളെ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും എത്തിച്ച് അന്തർദേശീയ തലത്തിൽ തന്നെ സാംസ്കാരിക വിനിമയത്തിന്റെ ആർജവം അറിയിക്കുവാനും ഭാരത് ഭവൻ വേദി ഒരുക്കി വരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്, അലയൻസ് ഫ്രാഞ്ചൈസ്, റഷ്യൻ കൾച്ചറൽ സെന്റർ, ഇന്റർനാഷണൽ സെന്റർ ഫോർ ആർട്സ് തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇത്തരം പരിപാടികൾക്ക് ഭാരത് ഭവനുമായി സഹകരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിലെ ഭാരത് ഭവൻ അങ്കണത്തിൽ ഇടമുറിയാത്ത സാംസ്കാരിക അവതരണങ്ങൾക്ക് അർത്ഥവത്തായ വേദികൾ ഒരുക്കുവാൻ ഭാരത് ഭവൻ കരുതലോടെ നിന്നു. ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ ഈ ഭാരത് ഭവൻ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രമോദിൻ്റെ കാലത്ത് അതും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അത് നടത്തും. പിന്നെ ഈ ഗവൺമെൻറ് കലാകാരന്മാരെ അറിയുന്നത് പോലെ ഒരു ഗവൺമെൻറ്റും അറിയുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. പ്രമോദ് വന്നതിൽ പിന്നെയാണ് ഇത്രമാത്രം അഭിവൃദ്ധി ഉണ്ടായത്. എത്രയോ പ്രോഗ്രാം 500 ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ തന്നെ 500 പ്രോഗ്രാമിൽ കവിയും. അതുകൂടാതെ എല്ലാ ദിവസവും 1-2 പ്രോഗ്രാം ഇവിടെ നടത്താറുണ്ട്.
എഴുത്തുകാരനും വായനക്കാരനും മുഖാമുഖം സംവദിക്കാനുള്ള ഭാരത് ഭവന്റെ വേദിയാണ് ആ അക്ഷരം. അക്ഷരക്കൂട്ടങ്ങൾക്കപ്പുറമുള്ള രചനാബിംബങ്ങളെ അടുത്തറിയുന്നതിനും ആസ്വാദനത്തിന്റെ വേറിട്ട തലം സൃഷ്ടിക്കുന്നതിനും ഈ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് കഴിഞ്ഞു. ലോക നാടക ദിനത്തിൽ ഭാരത് ഭവൻ അങ്കണത്തിൽ 10 പഴയകാല അഭിനേത്രികളെയും പുതുതലമുറയിലെ സർഗപ്രതിഭകളെയും ആദരിക്കുകയുണ്ടായി. തുടർന്ന് സെമിനാറും രംഗാവതരണങ്ങളും അരങ്ങേറി. ലോക ക്ലാസിക് സിനിമകളെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ഭവനും ചലച്ചിത്ര അക്കാദമിയും ചേർന്നൊരുക്കി വരുന്ന പ്രതിവാര ചലച്ചിത്ര പ്രദർശന പരിപാടിയിൽ വിദേശ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. ഓരോ രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും രാഷ്ട്രീയവും സംസ്കാരവും ജീവിത രീതികളുമൊക്കെ പ്രതിപാദിക്കുന്ന ഓരോ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് നവ്യാനുഭവമായി മാറുകയായി. ഭാരത് ഭവൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് സംസ്കാരത്തിൻ്റെ മുഖമുള്ള വേറൊരു വശമാണ്. നമുക്കൊക്കെ അറിയാം എമ്പതി, അതല്ലെങ്കിൽ സഹാനുഭൂതി. നമ്മൾ മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ളതിൻ്റെ വേറൊരു ഉപാധി കൂടിയാണ്, അതല്ലെങ്കിൽ വേറൊരു ധർമ്മമാണ്. അത് സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള കാഴ്ചപ്പാടുമാണ്. പ്രമോദ് പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ ഈ ആശയവിനിമയം എന്ന് പറയുന്ന ഒരു സന്ദർഭം ഏറ്റവും ഉചിതം എന്ന് പ്രകടിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ അവരെല്ലാവരും തന്നെ വളരെ കൂട്ടായ്മയോടുകൂടി അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാജ്യത്തിൻ്റെ എല്ലാ വിവിധ സംസ്കാരങ്ങളും കൊണ്ടുവരുന്നതിന് എടുത്ത അവരുടെ മുൻകൂട്ടിയുള്ള ദീർഘവീക്ഷണത്തിൽ പ്രമോദ് പയ്യന്നൂരിനെ ഞാൻ അനുമോദിക്കുന്നു. ആഫ്രിക്കൻ മാനവചരിത്രവുമായി ബന്ധപ്പെട്ട സംഗീത നൃത്താവിഷ്കാരം ഡാൻസ് ഓർ കോസ്. വിദേശ നാടക പ്രതിഭകൾ കുട്ടികൾക്കായി അവതരിപ്പിച്ച പറക്കും ഗൊറില്ല എന്ന നാടകം, ഇന്ത്യൻ ജർമ്മൻ കലാകാരന്മാർ അവതരിപ്പിച്ച വിയ എന്ന സംഗീത നൃത്ത പരിപാടി, മൈം ഫെസ്റ്റിവൽ, നെതർലാൻഡ്സ് രാജാവ് വിലെ അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയപ്പോൾ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയായ ഗീതോൺ കേരളയ്ക്ക് നേതൃത്വം വഹിച്ചത് ഭാരത് ഭവനായിരുന്നു. Gaythorn to Kerala, a historic depiction of Dutch Kerala harmony, conceived and created by Pramod Payyanur and team, Bharat Bhavan, the official cultural exchange center of Government of Kerala. In 1643, the Dutch entered into pacts with the rulers of Kayankulam and Purakad. They sold cotton, iron, opium, som kicken doven, det is jo heilig om het meer bestoven en dan, wat moet ik met zo'n man? പതിനേഴാം നൂറ്റാണ്ട് മുതലുള്ള കേരള ഡച്ച് സൗഹൃദത്തിന്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഭാരത് ഭവൻ അതിഥികൾക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. മലബാർ പൈതൃകോത്സവം സംഘടിപ്പിച്ചത് കണ്ണൂരിലായിരുന്നു. പുരാരേഖ പുരാവസ്തു മ്യൂസിയം വകുപ്പുകളുടെയും
ഫോക്ലോർ അക്കാദമിയുടെയും സഹകരണത്തോടെ 4 ദിവസങ്ങളിലായി അരങ്ങേറിയ ഈ പരിപാടി ജനകീയ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. ജൂണിൽ ഒഡീഷയിലെ പുരിയിൽ നടന്ന പ്രസിദ്ധമായ പുരി ഫെസ്റ്റ്. ഈ കലാമേളയിൽ കേരളീയ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഭാരത് ഭവൻ പങ്കാളിയായി. സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തിവരാറുള്ള ഓണം വാരാഘോഷത്തിൽ വൈവിധ്യമാർന്ന ഇന്ത്യൻ കലാരൂപങ്ങളുടെ സമന്വയവുമായാണ് ഭാരത് ഭവൻ എല്ലാ വർഷവും പങ്കുചേരാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കലാസംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും സാമ്പത്തിക വിനിയോഗത്തിലും സുതാര്യത കാത്തുസൂക്ഷിക്കാൻ ഭാരത് ഭവൻ എക്കാലവും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മികവാർന്ന കലാരൂപങ്ങളുടെ സംഘാടനം മാത്രമല്ല, പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് അർഹമായ പ്രതിഫലം നൽകുവാനും ഭാരത് ഭവന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തി വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചു വരുന്ന ഭാഷാ ന്യൂനപക്ഷ ജനതയുടെ സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഭാരത് ഭവൻ പ്രത്യേക ശ്രദ്ധ പുലർത്തി വരുന്നുണ്ട്. of different languages and cultures being together at Bharat Bhavan. തമിഴ്, കന്നഡ, തെലുങ്ക്, ബംഗാളി, ഒറിയ, മറാത്തി, ഗുജറാത്തി തുടങ്ങിയ ഭാഷാ ന്യൂനപക്ഷ സാംസ്കാരിക സംഘടനകൾ ഭാരത് ഭവനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ അണിനിരത്തി ഗ്രാമോത്സവം, ഭക്ഷ്യമേള, നൃത്ത സംഗീത പരിപാടികൾ, രചനാ മത്സരങ്ങൾ തുടങ്ങിയവ ഭാരത് ഭവൻ സംഘടിപ്പിക്കാറുണ്ട്. ദേശഭാഷകൾക്കതീതമായി സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വേദിയാകാറുണ്ട് ഇത്തരം സംഗമവേളകൾ. പ്രതിസന്ധികളിൽ പതറാതെ ഒരു ജനതയെ നിശ്ചയദാർഢ്യത്തോടെ നയിച്ച ജനകീയ സർക്കാരിൻ്റെ അക്ഷീണ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിന്ന് ഭാരത് ഭവൻ സാംസ്കാരികതയുടെ ഉണർവും നന്മയുമേകി. ആദ്യ പ്രളയത്തിലും പിന്നീടുണ്ടായ പ്രളയത്തിലും യുവജനക്ഷേമ ബോർഡിൻ്റെയും കേരള സർവകലാശാലയുടെയും തിരുവനന്തപുരം നഗരസഭയുടെയും സഹകരണത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഭാരത് ഭവൻ മുന്നിൽ നിന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ കളക്ഷൻ സെന്ററായും ഭാരത് ഭവൻ ഈ ദിനങ്ങളിൽ പ്രവർത്തിച്ചു. തിയേറ്ററേം ഫാർമയുടെ ജൈവകൃഷിയിൽ കൊയ്തെടുത്ത നെല്ലും മറ്റ് വിഭവങ്ങളും പ്രളയം വിതച്ച കുട്ടനാട്ടിലേക്കും അഗതി മന്ദിരമായ ഗാന്ധി ഭവനിലേക്കുമാണ് ഭാരത് ഭവൻ നൽകിയത്. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി കാലത്ത് ബ്രേക്ക് ദ ചെയിനിന്റെ ഭാഗമായി പരമാവധി വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വന്നവർക്ക് ആത്മവിശ്വാസവും ഉണർവുമേകി ഒപ്പം നിർത്താൻ നവമാധ്യമത്തിന്റെ അനന്ത സാധ്യതകൾ ഭാരത് ഭവൻ പ്രയോജനപ്പെടുത്തി. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുകയല്ല, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഈ കൊറോണ കാലത്തെ അതിജീവിക്കുകയാണ്. സമൂഹത്തിന് വേണ്ടി ഒന്നാവുകയാണ്. കരുതൽ വീട് എന്ന പേരിൽ ഓൺലൈൻ മത്സരങ്ങൾ സംഘടിപ്പിച്ചാണ് ഭാരത് ഭവൻ ഈ സാഹചര്യങ്ങളിൽ സജീവമാകാൻ ആരംഭിച്ചത്. സാംസ്കാരിക പ്രമുഖരുമായുള്ള അഭിമുഖങ്ങൾ, പ്രഭാഷണങ്ങൾ തുടങ്ങിയവ നവമാധ്യമങ്ങളിലൂടെ ഭാരത് ഭവൻ തുടർന്നവതരിപ്പിച്ചു. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണേ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണേ.
മനസ്സിൽ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഉണ്ടാക്കത്തക്ക സാഹിത്യവും ഒക്കെ അപകടമാണ്. നമുക്ക് ആളുകളെ നല്ല വഴിക്കൂടെ ഒന്നിപ്പിക്കാം. അത്തരത്തിലൊരു ഉദ്യമമാണ് അത് നല്ല കാര്യം. ഞാൻ പ്രമോദിനെ അക്കാര്യത്തിൽ കൂടുതൽ അഭിനന്ദിക്കുന്നു. വളരെ നന്നായി. വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ബാലൻ അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെയധികം താല്പര്യം. ഈ പ്രിമിറ്റവിസം കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും വലിയ ഒരു കാര്യം. അതായത് നമ്മുടെ റൂട്ടിൽ നിന്ന്, നമ്മുടെ വേരുകളിൽ നിന്ന് തപ്പിയെടുക്കുക. കോവിഡ് കാലത്തും ഭാരത് ഭവന്റെ ഓണാഘോഷ പരിപാടികൾക്ക് മങ്ങലേറ്റില്ല. ഓണത്തിനു ജാതി ഇല്ല, മതവും ഇല്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഓണത്തിൻ്റെ ആഹ്ലാദങ്ങളെ നമുക്ക് കൈവിടാൻ ആകില്ല. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാവിരുന്നാണ് സാംസ്കാരിക വകുപ്പ് പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഭാരത് ഭവനും സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും ചേർന്നൊരുക്കുന്ന 10 ദിവസത്തെ കലാവിരുന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമായി. സാമൂഹ്യ അകലത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ, കോവിഡ് മഹാമാരിയുടെ ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ അകലങ്ങളിൽ കഴിയുന്നവരിലേക്ക് നമ്മുടെ ഓണത്തിൻ്റെ നന്മകളെയും സാംസ്കാരിക ബോധത്തെയും ഒക്കെ ഉണർവോടെ നിലനിർത്തുവാൻ വേണ്ടിയാണ് കേരള സർക്കാർ ഇങ്ങനെയൊരു ദൃശ്യവിരുന്ന് മാവേലി മലയാളം എന്നുള്ള പേരിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും ഇന്ത്യൻ കലകളും ചേർത്തൊരുക്കിയ നവമാധ്യമ ദൃശ്യവിരുന്നായിരുന്നു ഭാരത് ഭവന്റെ ഓണാഘോഷം. മാവേലി മലയാളം എന്ന പേരിൽ നടന്ന ഈ ആഘോഷ പരിപാടികൾ 10 ദിവസം നീണ്ടുനിന്നു. ഭാരത് ഭവന്റെ നവമാധ്യമ സർഗവേദി സംഘടിപ്പിച്ച മറ്റൊരു സുപ്രധാന പരിപാടിയായിരുന്നു പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായനൻ പ്രഥമ ഇന്ത്യൻ ക്ലാസിക്കൽ ദേശീയ നൃത്തോത്സവം. First time in Indian cultural history. നമ്മുടെ രാജ്യത്തെ കലാരംഗത്തെ വളരെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കപില വാത്സ്യായൻ. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ശ്രദ്ധേയരും പത്മപുരസ്കാരം ഉൾപ്പെടെ ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാക്കളുമായ 80ഓളം നർത്തക പ്രതിഭകളാണ് ഈ നൃത്തോത്സവത്തിൽ സർഗസാന്നിധ്യം അറിയിച്ചത്. ഭാരത് ഭവൻ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ സസന്തോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. 11 ദിനങ്ങളിലായി നീണ്ടുനിന്ന നൃത്തോത്സവത്തിലെ ഓരോ ദിനത്തിലും ഇന്ത്യൻ നർത്തക പ്രതിഭകളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. അത് പ്രതിഭകൾക്കുള്ള സമർപ്പണം കൂടിയായിരുന്നു. കലയുടെ ഉണർവുകളെ, സാംസ്കാരിക ധാരകളുടെ ഉന്മേഷങ്ങളെ തിരികെ പിടിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ ഒട്ടേറെ സാംസ്കാരിക വിനിമയ പ്രവർത്തനങ്ങൾ ഈ നവമാധ്യമത്തിൻ്റെ സാധ്യതകളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. വിഖ്യാതരായ ക്യൂറേറ്റേഴ്സും വിവിധ നൃത്തരൂപങ്ങളെക്കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷനും നൃത്തോത്സവത്തെ കൂടുതൽ മികവുറ്റതാക്കി. Tributary speech to Dr. Kapila Vatsyayan by renowned speakers. The versatile genius Kapila Vatsyayan. And she was an icon-like figure and inspiration for all of us. ലോകമെമ്പാടുമുള്ള 15 ലക്ഷത്തോളം പ്രേക്ഷകർ ആസ്വദിച്ച ഈ നൃത്തവിരുന്ന് ഇന്ത്യൻ സാംസ്കാരിക ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലായി മാറുകയായിരുന്നു. കലാകാരന്മാർക്കും കലാകാരികൾക്കും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്നുണ്ട്. കലാമേഖലയിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമേ മറ്റേതെല്ലാം നിലയിൽ സാംസ്കാരിക ജീവിതത്തെ സജീവമാക്കാൻ
ഭാരത് ഭവനെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയും എന്ന അന്വേഷണവും ഇതിൻ്റെ തുടർച്ചയായി നിങ്ങൾ ഏറ്റെടുക്കും എന്ന പ്രസന്നമായ പ്രത്യാശയും. ചാലഞ്ചിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇത്രയും ഭംഗിയായിട്ട് ഒരു ഫെസ്റ്റിവൽ നടത്തുന്ന ഭാരത് ഭവനിനോട് ശരിക്കും ഭയങ്കര ഭയങ്കര നന്ദി. കേരളം എങ്ങനെയാണ് കലാകാരന്മാരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം കൈമോശം വന്നത് കലയും സാഹിത്യവും സംഗീതവും ഒക്കെയാണ്. ഈ ശൂന്യത നികത്തുന്നതിനാണ് ഭാരത് ഭവൻ ഓൺലൈനിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ദന്തഗോപുരങ്ങളിൽ നിന്ന് സംസ്കാരത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ ആകത്തുക. Padma-Vibhushan Dr. Kapila Vatsyayan Online Classical Dance Festival has clocked a viewership count of 10 lakhs and counting, and this created history in the field of classical dance. ഭാരത് ഭവന്റെ തലവൻ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രമോദ് പയ്യന്നൂർ, അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയും ഭാവനയും കർമ്മശേഷിയും കൂടി വൈവിധ്യപൂർണങ്ങളായ പ്രവർത്തനങ്ങൾ സാംസ്കാരിക മേഖലയിൽ ഭാരത് ഭവന്റെ ആഭിമുഖ്യത്തിൽ തനിച്ചും മറ്റു സംഘടനകളുമായി സഹകരിച്ചും ഒക്കെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരണയും പ്രചോദനവും എന്നെനിക്കറിയാം. ഭാരത് ഭവനിലെ ശമ്മാങ്കുടി സ്മൃതി ഓഡിറ്റോറിയം നവീന സാങ്കേതിക സൗകര്യങ്ങളാൽ പരിഷ്കരിച്ച് ഹൈടെക് തിയേറ്ററായി മാറിക്കഴിഞ്ഞു. തിരുമുറ്റം എന്ന ഓപ്പൺ എയർ തിയേറ്ററിന്റെ വിസ്തൃതിയും അവതരണ സാധ്യതകളും വർദ്ധിപ്പിച്ച് മണ്ണരങ്ങ് എന്ന് പുനർനാമകരണം ചെയ്ത് വിപുലമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. വളരെ സജീവമായ ഒരു കാലഘട്ടമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ സാംസ്കാരിക രംഗത്ത് നടന്നത് എന്നുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയാൻ വളരെ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ കലാരംഗത്തുള്ളവർക്ക് പലതും നേരത്തെ കാണാൻ കഴിയും. ഈ മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ പ്രമോദ് പയ്യന്നൂരിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് എന്ന് അറിയാൻ തുടങ്ങിയത് പ്രമോദ് പയ്യന്നൂർ ഇതിൻ്റെ ചുമതലയിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ നിരന്തരമായ പരിപാടികൾ നടക്കുന്നു. ഇതൊരു ശരിക്കും ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഇതിനകം മാറിക്കഴിഞ്ഞു. നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ ഒക്കാത്ത രീതിയിൽ ഇത് മാറ്റിയിരിക്കുന്നു. ഇതിനകത്തൊക്കെ ഒരു മനസ്സുണ്ട്, ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു മനസ്സിൻ്റെ ആപ്ലിക്കേഷനുണ്ട്. അത് വലിയ 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 വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം ആളുകളെ വേണം ശരിക്കും സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ. അതിനൊരു സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നതിനും ആ മാനേജ്മെൻറ്റിനും ഒരു കഴിവ് വേണം, വിഷൻ വേണം. പ്രമോദ് പയ്യന്നൂർ ഇതിനെല്ലാം ഒരു മാതൃകയായി ഇതൊരു വലിയ വലിയ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാണ്. കോവിഡ് കാലത്തെ കലാപഠനങ്ങൾ ഓൺലൈൻ മാധ്യമത്തിലൂടെ യാഥാർത്ഥ്യമാക്കാൻ IIITMKയുടെ സഹകരണത്തോടെ ഡിജിറ്റൽ ആർട്ട് പ്ലാറ്റ്ഫോം ഭാരത് ഭവനിൽ സജ്ജീകരിക്കുകയാണ്. കേരളത്തിൽ നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്. ഈ പട്ടിക ഇങ്ങനെ നോക്കിയാൽ ആദ്യം എഴുതേണ്ട പേര് ഇപ്പോൾ ഭാരത് ഭവൻ ആയി തീർന്നിരിക്കുന്നു. ഭാവനാസമ്പന്നനായ ഒരു സെക്രട്ടറി ഉണ്ടായതുകൊണ്ടാണ് ഇതിന് മാറ്റം ഉണ്ടായത്. ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ആകെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി വളർത്തിയെടുക്കാൻ പ്രമോദ് പയ്യന്നൂരും ഇവിടെ ഭരണസമിതി അംഗങ്ങൾ രാത്രിയും പകലും ഇവിടെ പ്രവർത്തിക്കുന്ന നിരവധി ജീവനക്കാര് അവരെ എല്ലാവരെയും ഈ കൂട്ടായ്മ അവരുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ പ്രമോദിനെ പോലെയുള്ള പ്രതിഭാശാലിയായ ഒരു ആളുകൂടെ ഉണ്ടായതാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനം.
പുതിയ കാലത്തെ സമൂഹത്തിനായി ഭാരത് ഭവൻ ആസൂത്രണം ചെയ്ത തിയേറ്റർ ഫാർമേ എന്ന ഈ നൂതന ആശയത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന് കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടെ കണ്ണമ്പ്രയിലെ വാളുവച്ച പാറയിൽ 2021 ജനുവരി 31 ഭാരത് ഭവൻ തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ AK ബാലൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ വിതയുത്സവത്തിൽ കർഷകർക്കൊപ്പം കണ്ണമ്പ്രയിലെ ഗ്രാമീണരും വിദ്യാർത്ഥികളുമടങ്ങുന്ന സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ജനസഞ്ചയത്തെ ചേർത്ത് നിർത്തി ഭാരത് ഭവൻ മണ്ണിൻ്റെ ഉർവരതകളിലേക്കും സാംസ്കാരികതയുടെ വെളിപാടുകളിലേക്കും അവരെ ആനയിച്ചു. മലയാളത്തിൻ്റെ പ്രശസ്ത ഗോത്രഗായികയായ ശ്രീമതി നാഞ്ചിയമ്മയ്ക്കൊപ്പം വിത്തിടിയിൽ കർമ്മത്തിൽ ആഹ്ലാദപൂർവ്വം പങ്കുചേർന്ന ഗ്രാമീണർ തുടർന്നു നടന്ന കലാവതരണങ്ങളുടെയും ഭാഗമായി. തുടർ ദിവസങ്ങളിൽ നവജൈവ കൃഷിരീതികളെക്കുറിച്ചുള്ള പഠന ക്ലാസുകളിലും മത്സ്യകൃഷി ആരംഭത്തിലും ഒരേ മനസ്സോടെ അവർ പങ്കുചേർന്നു. ഒരുപാട് ആൾക്കാർ അനാഥാലയത്തിൽ കഴിയുന്നവർ, വൃദ്ധസദനത്തിൽ കഴിയുന്നവർ, നമ്മളിവിടെ കണ്ണമ്പ്രയിലെ ഈ വാളുവച്ചാമ്പാറയിലെ മണ്ണിൽ ഇനി വിളഞ്ഞ് നമ്മൾ കൊയ്യുന്ന കാര്യങ്ങൾ ഈ പാവപ്പെട്ടവരുടെ വയറു നിറയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയെങ്കിലും ഉപകരിക്കുമെങ്കിൽ അതിൻ്റെ നന്മ വലിയ വലിയ ഉയരങ്ങളിൽ നിൽക്കുന്നതാണ്. വളരെ സാമ്പ്രദായികമായ രീതിയിൽ ചില കാര്യങ്ങൾ മാത്രമൊക്കെ നടത്തി ചില ഇത് മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ ഭാരത് ഭവൻ. എന്നാൽ കഴിഞ്ഞ 4.25 വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സംഘാടകരിൽ ഒരാളായിട്ടുള്ള പ്രമോദ് പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹം ഇതിൻ്റെ മെമ്പർ സെക്രട്ടറി എന്നുള്ളത് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു തൂവലായ കാര്യമല്ല. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടക സംവിധായകരിൽ ഒരാളാണ്. കൂടുതൽ അവാർഡുകൾ കിട്ടിയ നാടക സംവിധായകരിൽ ഒരാളാണ്. KPSC പോലെയുള്ള പ്രധാന നാടക സംഘങ്ങൾക്ക് വേണ്ടി നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള നാടക സംവിധായകനാണ് അദ്ദേഹം. മമ്മൂട്ടിയെ പോലെയുള്ള പ്രശസ്തരായ കലാകാരന്മാരെ വെച്ച് ചലച്ചിത്രം നിർമ്മിച്ച ചലച്ചിത്ര സംവിധായകനാണ്. കൈരളി പോലെ ഉള്ള പ്രധാനപ്പെട്ട TV ചാനലുകളുടെ എല്ലാം പ്രൊഡ്യൂസറായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാണ മേഖലകൾ മുഴുവൻ കൈവച്ച സംവിധായകനാണ്. ഇതിനൊക്കെ അപ്പുറത്ത് നാടകത്തെക്കുറിച്ച് പഠിക്കാനും നാടകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ള വലിയ പ്രഗത്ഭം തെളിയിച്ചിട്ടുള്ള മഹാനായ കലാകാരനാണ്. ഇതിനൊക്കെ പുറമെയാണ് അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ സംഘാടകരിൽ ഒരാളാണ് എന്നുള്ളത്. അദ്ദേഹം സാധാരണ നിലയിൽ ഇത്തരം സംഘാടനങ്ങൾക്കുള്ള ഒരാൾ താൻ എവിടെ നിന്നാണോ വരുന്നത് അത് മറന്നു പോവുകയാണ് പതിവ്. പക്ഷേ താൻ വന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണെന്നും ആ സ്കൂൾ ഓഫ് ഡ്രാമയിലെ 1ാം റാങ്കുകാരനായിരുന്നു താനെന്നും അതിനുശേഷം താൻ പലതും പഠിച്ചതും നാടകത്തിലൂടെയാണെന്നും ഒക്കെ മറക്കാതെ ടാഗോറിൻ്റെ നാടകങ്ങളെ കുറിച്ചിട്ടുള്ള വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനുള്ള പരിശ്രമത്തിനിടയിലാണ് ഈ 4.25 വർഷം ഇത്രയും കഠിനമായി അധ്വാനിച്ച് ഭാരത് ഭവന്റെ പരിപാടികളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ജയിൽ അന്തേവാസികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനും സമൂഹത്തോട് സ്നേഹവും കാരുണ്യവും വളർത്തുന്നതിനും കലയും കാർഷികതയും മുൻനിർത്തിയുള്ള തിയേറ്റർ ഫാർമയുടെ 3ാം ഘട്ടമായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരുക്കുന്ന സവിശേഷ പദ്ധതിയാണ് തിയേറ്റർ തെറാപ്പി. നന്മയുടെ സന്ദേശമുള്ള നാടക പ്രമേയത്തിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ജയിൽ അന്തേവാസികൾ അരങ്ങിലെത്തുന്നതിനായുള്ള ശാസ്ത്രീയവും മാനസികവുമായ റിഹേഴ്സലിലൂടെ ജയിലിൽ കഴിയുന്നവരിൽ നന്മയുടെ ചിന്തകൾ ഉണരുമെന്ന പ്രതീക്ഷ ഈ പ്രോജക്റ്റിന് പിന്നിലുണ്ട്. ഒറ്റപ്പെട്ട ജീവിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മാനസികമായ വളർച്ചയ്ക്കും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മറ്റ് വിഷമതകൾക്കും പരിഹാരം തേടാൻ സാധാ നിലയിലുള്ള പ്രവർത്തനം മതിയാകില്ല. അതൊരു ഡോക്ടറെ കൊണ്ട് കേവലം ചികിത്സിപ്പിച്ച് മാറ്റാനും പറ്റുന്നതല്ല. ആ മേഖലയിലാണ് ഓരോ അന്തേവാസിയുടെയും
മനസ്സ് മറ്റന്തേവാസിയുടെ മനസ്സുമായി യോജിച്ച് ഈ മാനസികമായ ഒരു ഐഡന്റിഫിക്കേഷൻ ഒരു വലിയ ശക്തിയായി, ഒരു ഉണർവായി മാറാൻ പോകുന്നത്. അതിന് ഈ തിയേറ്റർ തെറാപ്പി പദ്ധതി എന്തുകൊണ്ടും സഹായകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാതൊരു സംശയവും വേണ്ട. കേരളം ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ റോൾ മോഡലുകളായിട്ടുണ്ട് പല മേഖലകൾ. ഇത് ഏറ്റവും ഒടുവിലത്തെ ഫ്രഷായിട്ടുള്ള ഒരു റോൾ മോഡലാണ്. കാര്യം അത്രമാത്രം വലിയ ചിന്തയാണ്, ഏറ്റവും നൂതനമായ ചിന്തയാണ്. ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം, സാംസ്കാരിക പ്രവർത്തകരുമായി മുഖ്യമന്ത്രി ഒരു കൂടിച്ചേരൽ നടത്തിയ സമയത്ത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ എടുത്തു പറഞ്ഞ ഒരു പേര് ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറിയായ ശ്രീ പ്രമോദ് പയ്യന്നൂരിൻ്റേതായിരുന്നു. പ്രമോദ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ പ്രത്യേകം പ്രകീർത്തിപ്പെടുകയും ചെയ്തു. തീർച്ചയായും ഇന്ന് ഈ ജയിലിൽ അരങ്ങേറുന്ന ഈ ഒരു തിയേറ്റർ തെറാപ്പി എന്ന് പറയുന്ന ഒരു പരിപാടി ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണ്. അതിനൂതനമായൊരു പദ്ധതിയാണ് തിയേറ്റർ സ്പെക്ട്രം തിയേറ്റർ തെറാപ്പിയിലൂടെ ജയിലിലെ അന്തേവാസികളുടെ മനസ്സിനെ മാനസാന്തരപ്പെടുത്തുന്ന കൃഷിയും കലയും നാടകരൂപങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഈ ഭാരത് ഭവൻ്റെ അതിനൂതനമായ ഈ ആശയത്തെ അതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ലോകത്തെ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും കലാവിദ്യാലയങ്ങളുടെയും കാതലായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ സാംസ്കാരിക ഭൂപടം ഭാരത് ഭവൻ 2021 ഫെബ്രുവരിയിൽ പ്രകാശനം ചെയ്യും. വില്യം ഷേക്സ്പിയറിൻ്റെ വർത്തമാനകാല പ്രസക്തിയുള്ള കഥാപാത്രങ്ങളെ കോർത്തിണക്കിയുള്ള ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിനും നവോത്ഥാന നാടകങ്ങളുടെ പുനരവതരണങ്ങൾക്കും മൈക്രോ തിയേറ്ററിനും ഭാരത് ഭവൻ 2021 വേദിയാകും. ഇതിനൊപ്പം നാഷണൽ ട്രൈബൽ ഫെസ്റ്റ്, ക്ഷേത്രവാദ്യ കലോത്സവം, യക്ഷഗാന ശില്പശാല, വിവിധ തെയ്യങ്ങൾ കോർത്തിണക്കിയ പെരുങ്കളിയാട്ടം, കേരള തമിഴ്നാട് കൾച്ചറൽ ഫെസ്റ്റ് തുടങ്ങിയ സാംസ്കാരിക ദൗത്യങ്ങളാണ് ജനകീയ സർക്കാരിൻ്റെ 5 വർഷത്തെ വികസന കുതിപ്പിൽ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നത്. സാംസ്കാരികതയുടെ ഹൃദയപക്ഷത്ത് നിലയുറപ്പിച്ച മന്ത്രി AK ബാലന്റെ കർമ്മസാരഥ്യത്തിൽ പ്രമോദ് പയ്യന്നൂർ എന്ന കലാകാരന്റെ ആർജവമുള്ള സാംസ്കാരിക സംഘാടനത്തോടെ 22 ജനറൽ ബോഡി അംഗങ്ങളുടെ കൂട്ടായ്മയുടെ കരുത്തുമായി ഇന്ത്യൻ സാംസ്കാരിക ബഹുസ്വരതയുടെ ഉണർവായി ഭാരത് ഭവൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ചുവടുവയ്ക്കുകയാണ്. വിശ്വ സംസ്കാര മാനവികതയെ